സന്ദർശന വിസകൾ പുനരാരംഭിച്ച് കുവൈറ്റ്. ഫാമിലി വിസിറ്റ് വിസ, ടൂറിസ്റ്റ് വിസ, കൊമേഴ്സ്യൽ വിസിറ്റ് വിസ എന്നിവയ്ക്ക് അപേക്ഷിക്കാം. മടക്കയാത്രാ ടിക്കറ്റും സത്യവാങ്മൂലവും നിർബന്ധം. അനധികൃതമായി സർവീസ് നടത്തിയ ഡ്രൈവർമാർ ബഹ്റൈനിൽ അറസ്റ്റിൽ. പിടിയിലായത് 648 ടാക്സി ഡ്രൈവർമാർ. 6 മാസം വരെ തടവും പിഴയും ശിക്ഷ ലഭിക്കാൻ സാധ്യത. UAE-യിൽ അനധികൃത റിക്രൂട്ട്മെന്റിനെതിരെ നടപടി. 55 കമ്പനികൾക്കെതിരെ കേസെടുത്തു. നിയമലംഘനം ആവർത്തിച്ചാൽ പ്രവർത്തനം മരവിപ്പിക്കും. ഉദ്ഘാടനത്തിനൊരുങ്ങിയ അബുദാബി ക്ഷേത്രം. ആഘോഷങ്ങൾക്ക് തുടക്കം. ഉദ്ഘാടനത്തിൽ UAE ഭരണാധികാരികളടക്കം പ്രമുഖർ പങ്കെടുക്കും. നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയത്തിലേക്ക്. ധനമന്ത്രി KN ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ച ബജറ്റിൽ വിദ്യാഭ്യാസ മേഖലയിൽ ആഗോളതലത്തിലുള്ള മാറ്റങ്ങൾക്കനുസരിച്ചുള്ള നിരവധി നിർദ്ദേശങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ സ്വകാര്യ നിക്ഷേപവും സ്വകാര്യ വിദേശ പങ്കാളിത്തവും ലക്ഷ്യമിടുന്നുവെന്ന സൂചനകളാണ് ഉള്ളത്. പലതരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്കാണ് ഇത് വഴിവെച്ചിട്ടുള്ളത്. രാഷ്ട്രീയം മാറ്റിവെച്ച് ചർച്ച ചെയ്താൽ ഉന്നത പഠനത്തിനായി കേരളം വിട്ട് വിദേശ രാജ്യത്തേക്ക് പോകുന്നവരുടെ ഒഴുക്ക് തടയാൻ പര്യാപ്തമാണോ ഈ നിർദ്ദേശങ്ങൾ? നമുക്ക് പരിശോധിക്കാം. സ്വാഗതം. ചർച്ചയിൽ നമുക്കൊപ്പം പങ്കെടുക്കുന്നത് ആനന്ദ് ചെറിയാൻ, ഗവേഷകൻ, ശ്രീ ഭാസ്കർ രാജ്, മാധ്യമപ്രവർത്തകൻ എന്നിവരാണ്. ആദ്യം ശ്രീ ആനന്ദ് ചെറിയാൻ, ഇവിടെ ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് തന്നെ നോക്കിയാലും വലിയ രീതിയിൽ വിദ്യാർത്ഥികളുടെ ഒഴുക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. 2022 കണക്ക് നമ്മുടെ ബജറ്റിൽ പറയുന്നത് 13.2 ലക്ഷം ആളുകൾ രാജ്യത്ത് നിന്ന് വിദേശത്തേക്ക് പഠനത്തിനായി ഈ രീതിയിൽ പോയിട്ടുണ്ട് എന്നതാണ്. അതിന്റെ 4% കേരളത്തിൽ നിന്നാണ്. അത് ഏതാണ്ട് 52,000-ഓളം വരും. അപ്പം അത്രയധികം ആളുകൾ വിദേശത്തേക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനായി കുടിയേറുന്ന സാഹചര്യം നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്നു, നമ്മുടെ സംസ്ഥാനം അഭിമുഖീകരിക്കുന്നു. അത് നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെപ്പോലും ബാധിക്കുന്നു, അതിനൊരു കാരണമാകുന്നു എന്ന് പോലും കണ്ടെത്തലുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇത്തരം നിർദ്ദേശങ്ങൾ ബജറ്റിലേക്ക് വരുന്നത്. താങ്കൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? ആ ഒരു വിഷയത്തെ അഡ്രസ് ചെയ്യാൻ അത് എത്രമാത്രം ഉതകുമെന്ന് താങ്കൾക്ക് കരുതുന്നു? മൊബിലിറ്റി, കേരളത്തിൽ നിന്നുള്ള മൊബിലിറ്റിയിൽ ബേസിക്കലി എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. ആദ്യം ആളുകൾ മൈഗ്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിൽ തന്നെ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവരും നല്ലൊരു എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് മാത്രമല്ല മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. അവരവിടെ വേറൊരു കൺട്രിയിലേക്ക് പോയി അവിടെ സെറ്റിൽ ചെയ്ത് അവിടെ ഒരു PR ഒക്കെ മേടിച്ച് അവിടെ തന്നെ കൂടാൻ വേണ്ടിയാണ് പല ആളുകളും ഇതിനായിട്ടൊരു ശ്രമം നടത്തുന്നത് തന്നെ. അപ്പം വിദേശ നിക്ഷേപം കൊണ്ട് കേരളത്തിലെ കുട്ടികൾ മൈഗ്രേറ്റ് ചെയ്യില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. അത് മൈഗ്രേഷനിൽ കാര്യമായിട്ട് ബാധിക്കുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷെ ഇത് വളരെ സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം പല കൺട്രികളിലും ഇത് ഓൾറെഡി നടത്തി കഴിഞ്ഞിട്ടുള്ളതാണ്. എസ്പെഷ്യലി ഗൾഫില് ഖത്തർ എഡ്യൂക്കേഷൻ സിറ്റി, ഈവൻ ഇന്ത്യയിൽ തന്നെ ഇപ്പോ ഗുജറാത്ത് ഇന്റർനാഷണൽ ഫിൻടെക് സിറ്റിയിൽ 2 ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റീസ് ഓൾറെഡി വരാൻ പോകുന്നു. അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഇപ്പൊ കേരളത്തിലെ അവസ്ഥ നോക്കുമ്പോൾ പുതിയ തരത്തിലുള്ള എഡ്യൂക്കേഷൻ കരിക്കുലം അടക്കം പുതിയത് വരണമെന്നുണ്ടെങ്കിൽ ഫോറിൻ യൂണിവേഴ്സിറ്റീസ് ഒക്കെ വരുന്നത് വളരെ നല്ല ഒരു കാര്യമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ഓൾസോ പിന്നെ ഇതിന്റെ വേറൊരു വശം എന്ന് പറയുന്നത്, ഇത് എസ്പെഷ്യലി കേരളം ഇനി മുന്നോട്ട് പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന മേഖല ഒന്ന് ടൂറിസം മേഖലയായിരിക്കണം. അപ്പൊ ആ ടൂറിസം മേഖലയിൽ കാര്യമായ ഒരു വർധന ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി വിദേശ പഠനങ്ങളും ഇവിടെ വരുമ്പോൾ ആ ഒരു കുട്ടികളിൽ ഉണ്ടാവുന്ന ഒരു ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ ഒരു മാറ്റം വരും. അതിലൂടെ പ്രോബബ്ലി കുറച്ചും കൂടെ സംരംഭകർ കേരളത്തിൽ വരികയും കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ മൊത്തത്തിൽ അത് ഹെൽപ്പ് ചെയ്യാനും ഒരു സാധ്യതയുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഇത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി, ഡീംഡ് യൂണിവേഴ്സിറ്റി എന്ന രീതിയിലേക്ക് മാറ്റുന്നതിനെ പറ്റിയാണ്. സോ അതും ഫ്യൂച്ചറിൽ കേരള ഗവൺമെന്റ് കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സോ ഈ 3 മേഖലകളിലും വെച്ച് നോക്കുമ്പോൾ തന്നെ ഒരു എഡ്യൂക്കേഷൻ സിറ്റി ആയിട്ട് ഇപ്പൊ ഗുജറാത്തിൽ ഗാന്ധിനഗർ, ഞാൻ പറഞ്ഞ പോലെ ഓസ്ട്രേലിയയിലെ ഡീക്കൻ യൂണിവേഴ്സിറ്റിയും യൂണിവേഴ്സിറ്റി ഓഫ് വോളഗോങ്ങും അടുത്ത കൊല്ലം അവിടെ പുതിയൊരു യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതുപോലെ കേരളത്തിലെ എഡ്യൂക്കേഷൻ സിറ്റി ഒക്കെ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ അത്
ഇവിടുത്തെ കുട്ടികൾക്കും ഒബ്വിയസ്ലി കൂടുതൽ എഡ്യൂക്കേഷണൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവാനും ഇപ്പോഴുള്ള ആ റിക്രൂട്ടേഴ്സ് ബേസിക്കലി ലൈക്ക് മൈഗ്രേഷൻ റിക്രൂട്ടേഴ്സ്, അതായത് കുറെ അധികം റിക്രൂട്ടേഴ്സ് ഇപ്പം കേരളത്തിലുണ്ട്. അപ്പൊ അവരുടെ എല്ലാം ഒരു ആധിപത്യം കുറയ്ക്കാനും ഇത് സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ ഭാസ്കർ രാജ്, ഇവിടെ ഇപ്പോൾ നമ്മളുടെ കുട്ടികളിലെ മൈഗ്രേഷൻ അത് വിശദമായി പരിശോധിച്ചാൽ പ്രശസ്തമായ ഏതെങ്കിലും യൂണിവേഴ്സിറ്റികൾ, ഇപ്പോൾ ഓക്സ്ഫോർഡോ സ്റ്റാൻഫോർഡോ അങ്ങനെയുള്ള ഏതെങ്കിലും യൂണിവേഴ്സിറ്റികൾ തേടിയല്ല അവർ കടൽ കടക്കുന്നത് എന്നത് മനസ്സിലാക്കാം. ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയുടെ കോഴ്സ് തരപ്പെടുത്തിക്കൊണ്ട് ഇവിടെ നിന്ന് പോവുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവർ കടൽ കടക്കുന്നത് എന്നതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ബ്രെയിൻ ഡ്രെയിനാണ് സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വിദേശ നിക്ഷേപം ആകർഷിച്ചുകൊണ്ടോ വിദേശ സർവകലാശാലകൾ അവരുടെ ക്യാമ്പസുകൾ ഇവിടെ വന്നതുകൊണ്ടോ ഇങ്ങനെ ഒരു ഒഴുക്ക് തടയാം, ഒരു പരിധിവരെയെങ്കിലും തടയാൻ കഴിയും എന്ന പ്രതീക്ഷ, ബജറ്റിൽ പുലർത്തുന്ന പ്രതീക്ഷ, അല്ലെങ്കിൽ അതിന് കാരണമായി പറയുന്ന കാര്യങ്ങൾ അത് സാധൂകരിക്കുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. നമ്മുടെ വിഷയം തന്നെ കുടിയേറ്റം കുറയ്ക്കുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്, അല്ലെ? ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ 2019 മുതലുള്ള ഫിഗേഴ്സ് ഒന്ന് നോക്കുക. 2019 ഇവിടുന്ന് ഏതാണ്ട് 30,948 പേരാണ് ഉന്നത വിദ്യാഭ്യാസത്തിന് വിദേശത്തേക്ക് പോയത്. ഇത് അടുത്ത വർഷം ആയപ്പോഴത്തേക്കും 2022 അത് 35,000-ഓളം ആയതുകൊണ്ടാണ്. ഇപ്പൊ നിങ്ങൾ ഇവിടെ പറഞ്ഞൊരു കണക്കനുസരിച്ച് 55,000-ഓളം എന്ന് പറയുന്നുണ്ടല്ലോ കണക്കനുസരിച്ച്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇത് എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുടിയേറ്റം കുറയ്ക്കുകയല്ല, യഥാർത്ഥത്തിൽ കുടിയേറ്റം കൂട്ടുകയാണ് ചെയ്യുന്നത്. 2023 ലഭ്യമായ കണക്കുകളല്ല ഉള്ളത്. ഇനിയും ഇത് എവിടേക്കാണ് പോകുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ട്രഡീഷണൽ ആയിട്ട് പോകുന്ന കുറെ ഡെസ്റ്റിനേഷൻസ് ഉണ്ടായിരുന്നു. നമ്മൾ അമേരിക്ക, ബ്രിട്ടൻ, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ മുതലായ രാജ്യങ്ങളിലേക്കായിരുന്നു കൂടുതലും പോയിക്കൊണ്ടിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടത് കോവിഡ് സമയത്താണ് കാണുന്നത്. നമ്മൾ കേട്ടുകേൾവിയൊന്നും ഇല്ലാത്ത ചില രാജ്യങ്ങളെ പറ്റി നമ്മളത് കേട്ടിരുന്നു. എവിടെയൊക്കെയാണെന്ന് അറിയാം, നമ്മൾ യുക്രൈൻ, ഫിലാഡൽഫിയ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വളരെ ചെറിയ ഒരിക്കലും കേട്ടിട്ടില്ല സ്ഥലങ്ങൾ, മെക്സിക്കോ, ഐസ്ലാൻഡ്, വിയറ്റ്നാം, കിർഗിസ്ഥാൻ, ബർബദോസ്, കരീബിയൻ ഐലൻഡ് മുതലായ ചില സ്ഥലങ്ങൾ, സ്ലോവേക്കിയ മുതലായ ഒരുപാട് രാജ്യങ്ങളിലേക്കുണ്ട്. പിന്നെ കേട്ടിട്ടില്ലാത്ത കുറെ മറ്റു ചില രാജ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് വളരെ ചെറിയ രാജ്യങ്ങളിലേക്ക്, നമ്മൾ ഒരിക്കലും കേട്ടില്ല രാജ്യങ്ങളിലേക്ക് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി പോകുന്ന ഒരു കാര്യം നമ്മൾ ആലോചിക്കുക. നമുക്ക് ഒരു ചോദ്യം ചോദിച്ചിരുന്നു, ആർക്കാണ് താല്പര്യം എന്നുള്ളത് പോകുന്നത്? ഇപ്പോൾ ഒരു 10ാം ക്ലാസ്സിലോ 12ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഏതൊരു കുട്ടിയും പലപ്പോഴും പല പേരൻസും പറയാറുള്ളത്, എന്റെ കുട്ടിക്ക് വിദേശത്ത് പോയി പഠിക്കണമെന്ന് പറയുന്നു. വിദേശത്ത് എന്തിനു പോകണമെന്നല്ല പറയുന്നത്, എനിക്ക് വിദേശത്ത് പോയി പഠിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഡ്രൈവറിൽ നിന്ന് കേൾക്കാനുണ്ടായി, എന്റെ കുഞ്ഞിന്, എന്റെ മോള് 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്, അവർക്ക് വിദേശത്ത് പോയി പഠിക്കണം. വിദേശം എന്ന് പറയുന്നുള്ളൂ, ഇന്ത്യക്ക് വെളിയിൽ. അപ്പം ആ വിദേശ ഭ്രമം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തിനു വേണ്ടി പോകുന്നുവെന്നോ അല്ലെങ്കിൽ ഏത് കോഴ്സ് ചെയ്യാൻ പോകുന്നുള്ളതല്ല. മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ പോകുന്ന മിക്ക കുട്ടികളും അണ്ടർ ഗ്രാജുവേറ്റ്സ് കോഴ്സിലാണ് പോകുന്നത്. അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി കോഴ്സാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ പോകുന്നത്, സ്പെഷ്യലൈസേഷൻ അല്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇവര് ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതിന് ഇത് ഇവിടെ തന്നെ ലഭ്യമാണെന്നുള്ളതാണ്. നമുക്ക് നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ അല്ലെങ്കിൽ നമ്പർ ഓഫ് സീറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും കുട്ടികൾ അവിടെ പോകണ്ട. അപ്പം പിന്നെ ഇനി ഇതിന്റെ സാമ്പത്തികമായ ഒരു കാര്യം നോക്കുക. വിദേശത്തേക്ക് പോകുന്ന കുട്ടികൾക്ക് കൊടുത്തിരിക്കുന്ന കേരളത്തിൽ നിന്നുള്ള ലോൺ എന്ന് പറയുന്നത് 2022 11,000 കോടി രൂപയാണ്. 11,061 കോടി രൂപയാണ് 2022 ബാങ്കുകളിൽ ലോൺ കൊടുത്തത്. അതിന്റെ കിട്ടാക്കടമായിട്ട് 4% ഉള്ളത്. അതാണ് ഒന്നുള്ളതെന്ന് പറയുന്നത്. അപ്പം അത് ഈ 11,000 കോടി രൂപ എന്ന് പറയുന്നത് തന്നെ വിദേശ, അതായത് നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ച് ആയിട്ട് നോക്കുകയാണെങ്കിൽ, ഫോറിൻ കറൻസി ആണെങ്കിൽ ഒരു വലിയ ഡ്രെയിൻ ആണ് ഉണ്ടാകുന്നത്. ബ്രെയിൻ ഡ്രെയിനോടൊപ്പം തന്നെ നമ്മുടെ ഫോറക്സ് റിസർവ്സും കൂടെ നഷ്ടപ്പെടുന്നുണ്ടെന്നുള്ള ഒരു ഭാഗം, അതിന്റെ സാമ്പത്തിക ഭാഗം. രണ്ടാമത്, ഈ വരാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെല്ലാം യൂണിവേഴ്സിറ്റികളാണ് ഇങ്ങോട്ട് വരുന്നത്. ഈ യൂണിവേഴ്സിറ്റികൾ വരുന്നത് ഇപ്പോൾ ഗവൺമെന്റ് അങ്ങോട്ട് തീരുമാനം എടുത്തു, വിദേശ യൂണിവേഴ്സിറ്റികളെ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്നുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ അന്തിമമായ തീരുമാനം എടുക്കേണ്ട UGC ആണ്, യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷനാണ്. അതും അംഗീകരിച്ചിട്ടുള്ള, ഇതിനു മുമ്പുള്ള അംഗീകരിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് 500 യൂണിവേഴ്സിറ്റികളെ മാത്രമേ നമ്മൾ അനുവദിക്കുന്നുള്ളൂ ഇങ്ങോട്ട് കൊണ്ടുവരാൻ. അപ്പം ഈ ഉദ്ദേശിച്ച യൂണിവേഴ്സിറ്റികൾ മുഴുവൻ ഇവിടെ വരുമെന്ന് നമുക്ക് പറയാൻ ഒക്കുന്നില്ല. മറിച്ച് തിരിച്ചാണ്, ഒരു റിവേഴ്സ് ഫ്ലോ ഉള്ളപ്പോൾ യഥാർത്ഥത്തിൽ ഗവൺമെന്റിന്റെ ഈ ഒരു പ്ലാൻ അനുസരിച്ചിട്ടുള്ള വിദേശ യൂണിവേഴ്സിറ്റികൾ ഇങ്ങോട്ട് വരുന്നില്ല. മറ്റൊന്ന്, ഈ യൂണിവേഴ്സിറ്റികൾക്ക് ഇവിടെ കൊണ്ടുവരുന്ന അവരുടെ സിലബസിൽ സ്വാതന്ത്ര്യമില്ല, അവർക്ക് നിയന്ത്രണം
UGCയുടെ നിയന്ത്രണത്തിൽ മാത്രമാണ്. നമ്മളിപ്പോ കേരള യൂണിവേഴ്സിറ്റികളിൽ മറ്റ് കാണുന്നുണ്ട് ചില കാര്യങ്ങളെ പറ്റി നിയന്ത്രണം എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളാണെങ്കിൽ തന്നെയും അവരെ നിയന്ത്രിക്കാൻ അതിന് മുകളിലൊരു മേലാളന്മാർ ഉള്ളിടത്തോളം കാലം ഇത് സ്വതന്ത്രമായ കോഴ്സുകൾ കൊടുക്കത്തില്ല. പിന്നെ ഏതെല്ലാം കോഴ്സുകളാണ് ടെക്നോളജിക്കലാണ്. ഇപ്പൊ ഇന്ത്യയിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളിലും എല്ലാ ഹയർ എഡ്യൂക്കേഷൻ അനുസരിച്ചിട്ടുള്ള എല്ലാ ടെക്നോളജിയിലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോഴ്സുകളെല്ലാം ഓഫർ ചെയ്യുന്നുണ്ട്. ഇത് ഇതിനോടൊപ്പം തന്നെ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അപ്പൊ മറ്റൊന്ന് നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു നേരത്തെയുള്ള പിന്നെ പാനലിലുള്ള മെമ്പർ അദ്ദേഹം പറഞ്ഞതിനനുസരിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശത്ത് ഗുജറാത്തിലുള്ള ഗിഫ്റ്റ്, അപ്പൊ ഗിഫ്റ്റ് യഥാർത്ഥത്തിൽ ട്രേഡിംഗ് ആണ് കൂടുതലായിട്ടുള്ളത്. പക്ഷേ ദുബായിലും UAE-യിലും മറ്റുള്ള പല യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളുണ്ട്. UAE-യിൽ ഒരു അക്കാഡമിക് സിറ്റി തന്നെയുണ്ട്. ഇപ്പൊ ഇന്ത്യയിലെ മേജർ യൂണിവേഴ്സിറ്റികളുടെ മുഴുവൻ ഓഫ് ക്യാമ്പസ് അവിടെ ഉണ്ട്. അമിറ്റി യൂണിവേഴ്സിറ്റി ഉണ്ട്, MG സർവകലാശാല ഉണ്ട്, എല്ലാ യൂണിവേഴ്സിറ്റി ഉണ്ട്. അപ്പൊ ഈ കുട്ടികളെ പ്രവാസികളുടെ മക്കള് പലപ്പോഴും അവിടെ തന്നെയാണ് തുടങ്ങുന്നത്. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഇവിടെ യൂണിവേഴ്സിറ്റികൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ആദ്യം തന്നെ UGCയുടെ കീഴിലാണെന്നുള്ളത്. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ ആനന്ദ് ചെറിയാൻ, ഇവിടെ ഇപ്പോൾ ദേശീയ അന്തർദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് കേരളത്തിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പുതിയ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള ആലോചനയാണ് നടക്കുന്നത്. അതിലൂടെ ഇപ്പോൾ തന്നെ ധാരാളം വിദേശ വിദ്യാർത്ഥികൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്നുണ്ട്. ഇത്തരം അന്തർദേശീയ തലത്തിലേക്ക് നമ്മളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉയർന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള ഒഴുക്ക് തടയാം എന്നത് ഒരു കാര്യം ചൂണ്ടിക്കാട്ടുന്നു. മറ്റൊന്ന്, വിദേശ വിദ്യാർത്ഥികളെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കാൻ കഴിയും എന്നതാണ്. അതിൻ്റെ സാധ്യതകളെ താങ്കൾ എങ്ങനെ കാണുന്നു? ഈ അന്തർദേശീയ നിലവാരത്തിലേക്ക് നമ്മളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉയർന്നു കഴിഞ്ഞാൽ അതിനുള്ള സാധ്യത എത്രമാത്രമാണ്? താങ്കൾ സൂചിപ്പിച്ചതുപോലെ ടൂറിസവുമായും ആരോഗ്യ മേഖലയുമായും ഒക്കെ സഹകരിപ്പിച്ചുകൊണ്ട് ആ രീതിയിൽ ഒരു അന്തരീക്ഷം കൂടി ഉണ്ടാവുകയാണ് സംസ്ഥാനത്ത് എങ്കിൽ അത് എത്രമാത്രം ലക്ഷ്യം കാണുന്ന കാര്യമാണ്? അത് തീർച്ചയായിട്ടും ലക്ഷ്യം കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ as I mentioned earlier, ഇതിന്റെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പാനലിലുള്ള ആള് പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഖത്തറിലെ എഡ്യൂക്കേഷൻ സിറ്റി, അവിടെ ഖത്തർ എഡ്യൂക്കേഷൻ സിറ്റിയിൽ മൊത്തം 12ഓളം ഫോറിൻ യൂണിവേഴ്സിറ്റികളുണ്ട്. ഫോറിൻ യൂണിവേഴ്സിറ്റികളിലേക്ക് ഇതുപോലെ തന്നെ ഫോറിൻ കുട്ടികൾ വരുന്നുണ്ട്. ഇപ്പം തന്നെ ഓൾറെഡി കേരളത്തിൽ അതുപോലെ തന്നെ സെമസ്റ്റർ അബ്രോഡ് പ്രോഗ്രാം പോലെ പല പ്രോഗ്രാംസും ഓൾറെഡി ഉണ്ട്. കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ള പല പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലും ഇതുപോലെയുള്ള പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്, സെമസ്റ്റർ അബ്രോഡ് പ്രോഗ്രാം. അതുപോലെ തന്നെ ഭാവിയിൽ ഫോറിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമുക്ക് അതുപോലെ പിള്ളേരെ കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചുകൂടെ നമുക്ക് സംരംഭകരെയും കേരളത്തിൽ കുറച്ചുകൂടെ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പോ ഒരു 2-3 ആഴ്ച മുന്നെയാണ് ചങ്ങനാശ്ശേരി ബിഷപ്പ് ഇതിനെപ്പറ്റി, അതായത് എസ്പെഷ്യലി പോകുന്ന കുട്ടികളുടെ പറ്റിയുള്ള ഒരു പ്രശ്നം പറഞ്ഞത്. അതായത് എസ്പെഷ്യലി സവർണ ക്രിസ്ത്യൻസ് ആണ് കൂടുതൽ നമ്മുടെ കേരളത്തിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്യുന്നത്. ആൻഡ് അത് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു വാക്യമുണ്ട്. ആ വാക്യത്തിലേക്ക് ബേസിക്കലി നമുക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. കൂടുതൽ കുട്ടികൾ ഇവിടെ തന്നെ പഠിക്കേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട്. എസ്പെഷ്യലി ഇപ്പോ പല മലയോര പ്രദേശങ്ങളിലും ഇപ്പോ കുട്ടികളില്ല. കുട്ടികൾ ബേസിക്കലി മൈഗ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കേരളം ഒരു ഫ്ലോറിഡ പോലെയുള്ള സ്റ്റേറ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രായമായവർ മാത്രം ഉണ്ടാവാൻ പോകുന്ന തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്. ആൻഡ് ഗൾഫിൽ നിന്ന് വരുന്ന റെമിറ്റൻസസും ഇനിയും കുറയും. അതായത് ഇപ്പൊ പോകുന്ന കുട്ടികളെല്ലാം ഒന്നെങ്കിൽ കാനഡ, UK, അല്ലെങ്കിൽ ഇപ്പം ഈവൻ യൂറോപ്പിലെ ലാറ്റ്വിയ പോലെയുള്ള സ്ഥലങ്ങളിൽ അവിടെയൊക്കെ എഡ്യൂക്കേഷന്റെ ചെലവ് ഭയങ്കര കുറവാണ്. ജർമ്മനിയിൽ നല്ല രീതിയിൽ തന്നെ ആളുകൾ പോകുന്നുണ്ട്. ആൻഡ് നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി ഇപ്പം കൂടുതൽ ആളുകളും പോകുന്നത് ജർമ്മനിക്കാണ് പഠിക്കാൻ വേണ്ടി. പഠിക്കുന്ന സമയത്ത് തന്നെ 1.5 ലക്ഷത്തോളം രൂപ അവർക്ക് കിട്ടും. അപ്പോൾ ഇതെല്ലാം തടയണം എന്നുണ്ടെങ്കിൽ വിദേശ നിക്ഷേപങ്ങൾ കേരളത്തിൽ വരണം, കുറച്ചുകൂടെ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ഔട്ട്പുട്ട് വരണം. ആൻഡ് ഒബ്വിയസ് ആയിട്ടും ഈ ഈ പറയുന്ന ഫോറിൻ യൂണിവേഴ്സിറ്റികളിൽ കേരളത്തിലോട്ട് വരുന്നത് കൊണ്ട് കാര്യമായ മൊബിലിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവില്ല എങ്കിലും കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയിൽ കാര്യമായ ഒരു മാറ്റം നല്ല രീതിയിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ വരുത്താവുന്ന ഒരു കാര്യമാണ്. ശരി, അതാണ് താങ്കളുടെ പ്രതീക്ഷ. ശ്രീ ഭാസ്കർ രാജ്, ഇവിടെ ഈ മൈഗ്രേഷൻ, വിദ്യാർത്ഥികളുടെ ഈ മൈഗ്രേഷൻ അത് തടയുക സാധ്യമല്ല, ഒരു തരത്തിലും തടയുക സാധ്യമല്ല. ഇപ്പോൾ അത്
ഒരു സ്റ്റാറ്റസ് സിംബലായി തന്നെ മാറിയിരിക്കുന്നു. തൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ വിദേശ വിദ്യാഭ്യാസം തേടുന്നു അല്ലെങ്കിൽ വിദേശത്താണ് എന്ന് പറയുന്നത് ഫാഷനായോ സ്റ്റാറ്റസ് സിംബലായോ ഒക്കെ മാറുന്നൊരു സാഹചര്യം. വിദ്യാർത്ഥികൾ ആ ഒരു ലക്ഷ്യത്തോടു കൂടി മറ്റേത് ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ ആകണം എന്ന് പറഞ്ഞ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് പോകണമെന്ന ഉദ്ദേശത്തോടു കൂടി പഠിക്കുകയും അതിനൊരു അവസരം തേടി പുറത്തേക്ക് പോവുകയും ചെയ്യുന്ന സാഹചര്യമാണ്. അവരെ അതിന് നയിക്കുന്ന സാമൂഹിക സാഹചര്യങ്ങൾ കൂടിയുണ്ട്. നമ്മളുടെ സമൂഹം അത് അവരുടെ ചിന്താഗതിക്കൊപ്പമോ അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന തരത്തിലോ മാറുന്നില്ല എന്ന തോന്നലുകൾ, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലെ ജീവിത രീതികൾ അവരെ ഏറെ ആകർഷിക്കുന്നു. അതൊക്കെയും ഇതിനൊരു കാരണമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് കാലത്തിനനുസരിച്ചൊരു മാറ്റം നമ്മുടെ നാട്ടിൽ വരുത്താം, അതിൻ്റെ സാധ്യതകൾ തേടാം എന്നതിനപ്പുറം മറ്റ് ലക്ഷ്യങ്ങൾ അതിലൂടെ നേടാൻ കഴിയില്ല എന്നതാണോ മനസ്സിലാകുന്നത്? അപ്പോൾ പോലും കാലത്തിനൊത്ത് മാറേണ്ടതിൻ്റെ സാഹചര്യം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയി അവിടെ തുടരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ നീക്കങ്ങൾ ആ നിലയിൽ സ്വീകരിക്കപ്പെടേണ്ടതാണ് എന്ന് താങ്കൾ കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും കാലത്തിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരേണ്ടത് തന്നെയാണ്. പക്ഷേ കാലത്തിനനുസരിച്ചിട്ട് എന്ത് മാറ്റമാണ് വരേണ്ടതെന്ന് അറിയണം. ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലുള്ള മാറ്റം, ഈ വിദേശ യൂണിവേഴ്സിറ്റികളെ പറ്റിയാണല്ലോ നമ്മൾ പറയുന്നത്. സർവകലാശാലകളിലോട്ട് വരണം. അവരെന്തിനാണ് ഇവിടെ വരേണ്ടത്? വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യുന്നത്? കാര്യം മറ്റെല്ലാ സ്ഥലങ്ങളിലും യൂണിവേഴ്സിറ്റികളെ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. കാര്യം നമുക്കറിയാം, കോവിഡിന്റെ ഒരു വാക്സിൻ വികസിപ്പിച്ചെടുത്ത് യൂണിവേഴ്സിറ്റി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള എത്ര യൂണിവേഴ്സിറ്റികൾ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെടുത്തുന്നുണ്ട്? അവരുടെ റിസർച്ച് വിങ് ഉണ്ട്. മറ്റ് ഇതുമായിട്ട് ബന്ധപ്പെടുത്തുന്നത് വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ. എക്സെപ്റ്റ് ഒരു ടെക്നോളജി ആൻഡ് കെമിക്കൽ ടെക്നോളജി യൂണിവേഴ്സിറ്റി ഇൻ പൂനെ. അതല്ലാതുള്ള ഒരൊറ്റ യൂണിവേഴ്സിറ്റികളിൽ പോയിട്ടും ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെടുത്തുന്നില്ല. അപ്പം നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒരു ഗുണം ഉണ്ടാകുന്നില്ല. പിന്നെ ഈ അന്താരാഷ്ട്ര നിലവാരം, എന്തിനാണ് അവർ വിദേശത്തേക്ക് പോകുന്നത്? അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള യൂണിവേഴ്സിറ്റികളിൽ വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ നിലവാരം അവർക്ക് അവിടെ നിന്ന് ഇവിടേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കത്തില്ല. കാരണം ഇവിടെ തന്നെ അതിനുള്ള യൂണിവേഴ്സിറ്റികൾ ആ നിലവാരം കൂട്ടിയാൽ മാത്രം മതിയല്ലോ. അപ്പൊ എന്തുകൊണ്ട് അവർ പോകുന്നു എന്നുള്ളതാണ് നോക്കേണ്ടത്. ഒന്ന്, അവിടെ ഒരു വിദേശത്തേക്ക് പോകുന്നതിനുള്ള ഒരു ഭ്രമം തന്നെ ആദ്യമുണ്ട് നമുക്ക്. ആ ഒരു ഫോറിൻ എന്നുള്ളത് പറഞ്ഞാൽ ആ ഒരു ഭ്രമത്തിന് ഉപരിയായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീവിതം സുഖമാണ്. കാര്യം യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവിടെ തന്നെ തൊഴിൽ നേടാം. ഇപ്പൊ കഴിഞ്ഞിടയിലാണെന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയയിലും കാനഡയിലും നിയമങ്ങളിൽ ഒരുപാട് ഭേദഗതി വരുത്തിയതിനു ശേഷം അവർക്ക് വിദേശ, അതായത് ഫോറിൻ സ്റ്റുഡൻസിന് അവിടെ തൊഴിൽ തൊടുന്നതിനും, അതുപോലെ തന്നെ ഓസ്ട്രേലിയയിൽ കഴിഞ്ഞ ദിവസവും കാനഡയിലും അതായത് UK-യിലും തന്നെ അവിടെ തൊഴിൽ നേടുന്ന കുട്ടികൾക്ക് അവരുടെ പേരൻസിനെ കൂടെ സ്പോൺസർ ചെയ്യാവുന്ന ഒരു സിസ്റ്റം ഇപ്പോൾ UK-യിൽ വന്നു കഴിഞ്ഞു. അപ്പൊ അങ്ങനെ വരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒഴുക്ക് കൂട്ടുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ പിന്നെ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ എന്തുകൊണ്ടാണ് അവരെ നമ്മൾ എന്ത് പറഞ്ഞായിരിക്കും ഇന്ത്യയിലേക്ക് ആകർഷിക്കേണ്ടത് അല്ലെങ്കിൽ കേരളത്തിലേക്ക് ആകർഷിക്കേണ്ടത്? കേരളത്തിലേക്ക് ആകർഷിക്കുവാനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഇമേജ് എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പൊ ഇവിടെ ഒരു പേരുള്ള ഒരു യൂണിവേഴ്സിറ്റി, ബോളങ്കോങ് യൂണിവേഴ്സിറ്റി എന്നോ അല്ലെങ്കിൽ പിന്നെ UK-യിലുള്ള ഏതെങ്കിലും മെലോൺ യൂണിവേഴ്സിറ്റി, ഏത് യൂണിവേഴ്സിറ്റികൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മളെ അത്യന്തികമായിട്ട് ലക്ഷ്യമെടുത്തത് ഇവിടുത്തെ സ്റ്റുഡൻസിനെയാണ്, കുട്ടികളെയും അതുപോലെ ഫാക്കൽറ്റികളെയുമാണ്. അത് കിട്ടുന്നില്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ പേരുകൊണ്ട് കാര്യമില്ല. അപ്പം ഇപ്പോൾ നമുക്ക് ആദ്യം ഉദാഹരണത്തിന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി കേരളത്തിലെ ബ്രാഞ്ചിലാണ് ഒരു കുട്ടി അവിടുന്ന് പഠിച്ചതെങ്കിൽ അവൻ പഠിച്ചിറങ്ങിയിട്ട് ഒരാളോട് പറയുക ഞാൻ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേരളത്തിലെ യൂണിവേഴ്സിറ്റിയിലാണോ പഠിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആ ഒരു നിലവാരത്തെ പറ്റി സംശയം തോന്നുന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച പോലെ ആ ഫോറിൻ ബാൻഡ് എന്ന് പറയുന്നത് അവർക്ക് കിട്ടുന്നില്ല. അപ്പം നേരത്തെ പറഞ്ഞവരാണ് ഗവൺമെന്റ് വിഷൻ ചെയ്യുന്നത് പോലെ, എൻവിഷൻ ചെയ്യുന്നത് പോലെ ഈ യൂണിവേഴ്സിറ്റികൾ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പിന്നെ വിദേശ നിക്ഷേപം ഇവിടെ വരും എന്നുള്ളത് ആസ്ഥാനത്താണ്. തീർച്ചയായും. ശ്രീ ആനന്ദ് ചെറിയാൻ, ഇവിടെ ഇപ്പോൾ നമ്മൾ വിദേശത്തേക്ക് പോകുന്ന ആളുകളുടെ കാര്യമാണ് ഇതുവരെ ചർച്ച ചെയ്തത്. പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിനായി ചേക്കേറുന്ന നിരവധി ആളുകൾ, ആ കണക്കും ഒരു ഭീമമായ കണക്ക് തന്നെയാണ് എന്ന് മനസ്സിലാകും. അത്തരം ആളുകൾ ഉണ്ട്. അപ്പോൾ UGCയുടെ പുതിയ മാനദണ്ഡം അനുസരിച്ച് നമ്മളുടെ മറ്റ് സ്റ്റേറ്റുകളും വിദേശ നിക്ഷേപം ഉൾപ്പെടെ അല്ലെങ്കിൽ വിദേശ സർവകലാശാലകളുടെ ക്യാമ്പസുകളൊക്കെ വരുന്നതുമായി ബന്ധപ്പെട്ട് നീക്കങ്ങൾ നടത്തുന്നുണ്ട്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ മറ്റു പല സംസ്ഥാനങ്ങളും അതിൻ്റെ ആ പാതയിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ രാജ്യത്തിനുള്ളിലെ മറ്റ് സംസ്ഥാനങ്ങളുമായി മത്സരിക്കുക, അവിടെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഒരു ഹബ്ബായി, പ്രധാന ഹബ്ബായി രാജ്യത്ത് തന്നെ നമ്മുടെ സംസ്ഥാനം മാറുക, അതിനുശേഷം വിദേശത്ത് നിന്നും വിദ്യാർത്ഥികളെ ആകർഷിക്കുക. അപ്പോൾ അത് എത്രമാത്രം വലിയൊരു ടാസ്ക് ആണ്, എത്ര വലിയ ചെലവായാലും സന്നാഹങ്ങളായാലും അതിന് വേണ്ടിവരും. പ്രവാസി സമൂഹത്തിന്റെ ഒക്കെ സഹായം അതിന് ഉപയോഗപ്പെടുത്താനൊക്കെയുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊരു എത്ര വലിയ പ്രയത്നം അതിന് വേണ്ടിവരുമെന്നാണ് താങ്കൾ കരുതുന്നത്?
ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഖത്തർ എഡ്യൂക്കേഷൻ സിറ്റി ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട മേജർ യൂണിവേഴ്സിറ്റികളുടെ എല്ലാം ഒരു ഹബ്ബായിട്ട് കഴിഞ്ഞ ഒരു 20 കൊല്ലത്തിനിടയിൽ മാറിയിട്ടുണ്ട്. അതുപോലെ ആ ഒരു മോഡലില് കേരളത്തിൽ ഒരു എഡ്യൂക്കേഷൻ സിറ്റി രൂപീകരിക്കാൻ സാധിക്കുമെങ്കിൽ അത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പീപ്പിൾ അറൌണ്ട് ഗൾഫ്, നമ്മുടെ ഇപ്പം വെളിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിരിക്കുന്ന കുട്ടികളുടെ ഹെൽപ്പോട് കൂടി, അതുപോലെ കൂടുതൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് വരുന്നതോടുകൂടി ഇത് ആർജിക്കാൻ സാധിക്കുമെങ്കിൽ, കൂടുതൽ സംരംഭകരെ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കുമെങ്കിൽ ഒബ്വിയസ് ആയിട്ടും കേരളത്തിൽ ആ ഒരു ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ആണ് ഞാൻ വിശ്വസിക്കുന്നത്. 2, ഇപ്പോൾ സൂചിപ്പിച്ച പോലെ നമ്മൾ ബേസിക്കലി കേരളത്തില് ഇങ്ങനത്തെ എസ്പെഷ്യലി ബാക്കിയുള്ള സ്റ്റേറ്റുകൾ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് കുറവാണ്. അത് ഇനിയും കുറയാൻ സാധ്യത കൂടുതലുമാണ്. ആൻഡ് നോക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ടൂറിസം മേഖല, അതുപോലെ ആരോഗ്യ മേഖല, ഇതിലേക്കൊക്കെ നമുക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വരേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ കേരളത്തിന് അടുത്ത ഒരു 10 years ഡൗൺ ദ ലൈൻ നമുക്ക് മുന്നേറാൻ സാധിക്കുകയുള്ളൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ഡീപോപ്പുലേഷൻ കേരളത്തിൽ സംഭവിക്കുന്നുണ്ട്. അതായത് കേരളത്തിലെ യങ്ങർ ജനറേഷൻ ഓഫ് ആളുകൾ എല്ലാം തന്നെ വെളിയിലേക്ക് പോവുകയാണ്. അതിന്റെ പ്രശ്നങ്ങൾ നമ്മൾ ഇനി വളരെ അധികവുമായിരിക്കും. അപ്പം നമുക്ക് ബേസിക്കലി നമുക്ക് വേണ്ടത് കൂടുതൽ ഗ്രോത്ത് വരണം, കൂടുതൽ, അതായത് നമ്മുടെ GSDPയിൽ ആക്ച്വലി വ്യത്യാസങ്ങൾ വരണം. എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോ നമുക്ക് ഇതുപോലെ വിദേശ നിക്ഷേപങ്ങളും നമുക്ക് അതിനൊപ്പം വരേണ്ടതായിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെയുള്ള എഡ്യൂക്കേഷൻ സിറ്റി അതുപോലെയുള്ളത് രൂപീകരിക്കുകയാണെങ്കിൽ അത് കാര്യമായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും ശ്രീ ഭാസ്കർ രാജ, നമ്മൾ രാഷ്ട്രീയം മാറ്റിവെച്ചാണ് ഈ വിഷയം ചർച്ച ചെയ്തത്. ഇപ്പോൾ തന്നെ നഷ്ടപ്പെട്ട 10-20 വർഷത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഇവിടെ നടക്കുകയാണ്. ഇപ്പോഴും വിരുദ്ധ അഭിപ്രായം രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ വിദേശ നിക്ഷേപത്തെ സംബന്ധിച്ചും വിദേശ സർവകലാശാലകളുടെ വരവിനെ സംബന്ധിച്ചുമൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ താങ്കൾ എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ ചർച്ചകളെ നോക്കിക്കാണുന്നത്? ഇനിയും രാഷ്ട്രീയമായ കാരണങ്ങളാൽ ഇത് വൈകാനുള്ള സാധ്യതയാണോ ഉള്ളത്, അതോ കാലത്തിന്റെ അനിവാര്യമായ മാറ്റം എന്ന നിലയിൽ രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവരും ഇതിനൊപ്പം ഉണ്ടാകണമെന്നതാണോ താങ്കൾ ആഗ്രഹിക്കുന്നത്? ആദ്യം തന്നെ ഈ ബജറ്റ് പ്രൊപ്പോസൽ വന്നതിന് ശേഷമുള്ള പ്രതികരണങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അവര് ഇതിനെ എതിർക്കുന്നു എന്ന് മാത്രമാണ് പറഞ്ഞത്. ബ്ലൈൻഡ് ആയിട്ട് എതിർക്കുകയാണ്. എന്താണ് കാരണം എന്ന് ആരും പറഞ്ഞില്ല. ആ കാരണം ഞങ്ങൾ പിന്നെ കണ്ടുപിടിച്ചോളാം എന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടി അത് പറയുമെന്നാണ് പറഞ്ഞത്. അത് ഇതുവരെ പഠിച്ചിട്ടില്ല. ആദ്യം കേട്ടത് വിദേശ നിക്ഷേപം അല്ലെങ്കിൽ വിദേശ യൂണിവേഴ്സിറ്റികൾ ഇവിടേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ ഇവിടുന്ന് ഹാലിളകി കഴിഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണെന്നുള്ളത് അടിസ്ഥാനപരമായിട്ട് പഠിക്കാതെ തന്നെയാണ് പറയുന്നത്. ഇനി അതുകൊണ്ടുണ്ടാകാവുന്ന ഗുണം എന്താണെന്നോ അല്ലെ ദോഷം എന്താണെന്നുള്ളതായ ഒരു വിചിന്തനം അല്പം പോലും ഉണ്ടായിട്ടില്ല. അതാണ് നമ്മളുടെ ഒരു കുഴപ്പമെന്ന് പറയുന്നത്. എന്തിനിത് അപ്പൊ ഗവൺമെന്റ് എന്തോ പ്രപ്പോസൽ കൊടുത്തു. ആ പ്രപ്പോസലിനകത്ത് എന്തോ പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ സ്വർണ്ണക്കടത്ത് പോലെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കടത്ത് പോലെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചെയ്തപ്പോൾ എപ്പോഴും ഒരു സംശയ ദൃഷ്ടിയോട് കൂടി എല്ലാ പ്രപ്പോസലിനെയും കാണുന്നുകൊണ്ട് വരുന്നതാണ്. അതിന്റെ ഉദ്ദേശശുദ്ധി എന്താണെന്ന് ആരും നോക്കുന്നില്ലെന്നുള്ളതാണ്. ഞാനിതിനെ സപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ എതിർക്കുകയോ ചെയ്യുകയോ അല്ല പറയുന്നത്. പക്ഷെ ആദ്യം ഈ പ്രപ്പോസൽ എന്ന് പറയുന്നത് ബജറ്റിലെ ഒരു നിർദ്ദേശം മാത്രമാണ് ഇപ്പോൾ ഉണ്ടായത്. അതെല്ലാം സബ്ജക്ട് ടു ദ കണ്ടീഷൻ ഓഫ് UGCയുടെ അപ്രൂവലൂടെ വന്നതിന് ശേഷം മാത്രമേ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ഈ പറഞ്ഞ ആളുകളുടെ ഒക്കെ കാര്യം നമ്മൾ ആലോചിച്ച് നോക്കാം. ഇവിടുത്തെ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ നിലവാരത്തെ പറ്റി ആലോചിക്കുക. എഞ്ചിനീയറിംഗ് കോളേജുകളാണ് നോക്കൂ. അതായത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സെയിങ് ഉണ്ട് അസീം പ്രേംജിയുടെ, വിപ്രോയുടെ ചീഫ് ആയിട്ടുള്ള അസീം പ്രേംജി പറഞ്ഞു, കേരളത്തിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസ് അല്ല അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾ ദേ ആർ നോട്ട്, അതായത് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന്റെ എഞ്ചിനീയറിംഗ് ബിരുദധാരികളുടെയാണ് ദേ ആർ നോട്ട് എംപ്ലോയബിൾ എന്നാണ് പറഞ്ഞത്. അവരെ ഞങ്ങൾ എടുത്തതിന് ശേഷം ട്രെയിനിങ് കൊടുത്തു, 1 വർഷത്തെ മറ്റു ട്രെയിനിങ് കൊടുത്തതിന് ശേഷം മാത്രമേ അവർക്ക് വേണ്ട വിധത്തിൽ അവരെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നുള്ളൂ. ഇപ്പൊ കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളുടെ ബാഹുല്യമുണ്ട്. അതുപോലെ തന്നെ സ്റ്റുഡൻസിന്റെ എത്രയോ സീറ്റുകൾ വേക്കന്റ് ആയിട്ട് കിടക്കുകയാണ്. എന്തുകൊണ്ടാണിത്? അപ്പോഴും ഇടുന്ന എന്തിനത് വിദേശത്തല്ല കേരളത്തിന് വെളിയിലുള്ള എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കാനാണ് ആളുകൾക്ക് താല്പര്യം. അപ്പൊ ഇത് വെളിയിൽ നിന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം സ്റ്റുഡൻസിനെ അവർക്ക് അവിടെ കിട്ടും, അപ്പൊ ഉദ്ദേശിച്ച ഫലം കിട്ടും എന്നെനിക്ക് അല്പം പോലും ഉള്ള പ്രതീക്ഷയില്ല. അത് മറിച്ച് പിന്നെ നേരത്തെ എന്നോടൊപ്പം ഉണ്ടായിരുന്ന അദ്ദേഹം പറഞ്ഞ പോലുണ്ട്, പിന്നെ മറ്റ് സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന ഖത്തറിലെ എഡ്യൂക്കേഷൻ സിറ്റി ഉണ്ട്, UAE പ്രത്യേകിച്ച് പിന്നെ UAE നോർത്തേൺ എമിറേറ്റ്സിലെ റാസൽ ഖൈമ അവിടെ യൂണിവേഴ്സിറ്റിക്ക് വളരെ, അതായത് വിദേശ യൂണിവേഴ്സിറ്റിയുടെ എല്ലാം വന്നു കഴിഞ്ഞാൽ
UAE-യിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ അവർക്ക് അക്കാഡമിക് സിറ്റിയുടെ ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാ അവിടെ എല്ലാം നമ്മുടെ പ്രവാസികളുടെ കുട്ടികളാണ് പഠിക്കുന്നത് ഏറ്റവും കൂടുതൽ. അപ്പൊ ആ കുട്ടികളെ ഒന്നുകിൽ അവര് പിന്നെ UAE-യിൽ തന്നെയുള്ള യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്നു, അല്ലെന്നുണ്ടെങ്കിൽ വിദേശത്ത് ലണ്ടനിലോ അമേരിക്കയിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ചെറിയ നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത യൂണിവേഴ്സിറ്റികൾ, പ്രത്യേകിച്ച് മെഡിക്കൽ എഡ്യൂക്കേഷൻ അവരെ അയക്കുന്നത് ആ ചെറിയ യൂണിവേഴ്സിറ്റിയിലാണ്. കേരളത്തിലെയോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ചെലവിനേക്കാളും വളരെ കുറവ് മാത്രം മതിയാകും, നിലവാരം വളരെ കൂടുതലാണ് താൻ. ശരി, എന്തായാലും വിദേശ സർവകലാശാലകൾ എത്തിയാൽ പോലും വിദ്യാഭ്യാസത്തിന് ഉന്നത വിദ്യാഭ്യാസം തേടിയൊക്കെയുള്ള ആളുകളുടെ കുടിയേറ്റം അത് കുറയ്ക്കാൻ സാധ്യമല്ല എന്ന് പറയുമ്പോൾ പോലും കാലത്തിനനുസരിച്ചുള്ള മാറ്റം, ആഗോളതലത്തിലുള്ള മാറ്റം നമ്മളുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമുക്കൊപ്പം ഇന്ന് സംസാരിച്ചത്. അതാണ് വേണ്ടതെന്ന് അവർ പറയുന്നു. വളരെ നന്ദി ശ്രീ ആനന്ദ് ചെറിയാൻ, ശ്രീ ഭാസ്കർ രാജ് ഞങ്ങളോടൊപ്പം സംസാരിച്ചതിന്. സമയം പൂർണ്ണമാകുന്നത് കൊണ്ടാണ്. മറ്റൊരു വിഷയവുമായി ഇനി നാളെ കാണാം. നമസ്കാരം.